നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കോർട്ടീവ അഗ്രി സയൻസ് സ്കോളർഷിപ്പിനാണ് ഡീൽ ചെയ്തത്. ഇത് അഗ്രികൾച്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ആയിരുന്നു. ഇന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് നോക്കാം. ഇത് HDFC ബാങ്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. HDFC ബാങ്ക് ECSS പരിവർത്തൻ സ്കോളർഷിപ്പ് എന്നാണ് ഇതിന് പറയുക. ഈ ECSS എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷൻ ക്രൈസിസ് സ്കോളർഷിപ്പ് സപ്പോർട്ട് എന്നാണ്. അതായത് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ടും ഈ സ്കോളർഷിപ്പിന്റെ ബെനിഫിറ്റ്. അപ്പോൾ ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുന്നേ തന്നെ നമുക്കിന്റെ ജനറൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇതിൽ ആദ്യം പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 ലാക്സോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒഴിച്ച് ബാക്കി ഏത് ക്ലാസ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ പ്രീവിയസ് എക്സാമിനേഷന് മിനിമം 55% മാർക്കെങ്കിലും സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ പാസ്റ്റ് 3 ഇയർ, അതായത് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ക്രൈസിസ് വന്നിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ക്രൈസിസ് വന്നതുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നീഡ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വയ്യാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് അവർ പ്രിഫറൻസ് നൽകുക. ഇതൊരു മെറിറ്റ് കം നീഡ് സ്കോളർഷിപ്പ് ആണ്. അതായത് മെറിറ്റോറിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നൽകുന്ന സ്കോളർഷിപ്പാണ്. അതായത് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബാഡ് ആയതുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണ്ട, അവർക്ക് എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്കോളർഷിപ്പ് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സിലേക്കുള്ള സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം നമുക്ക് സ്കൂൾ സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് സ്കീം നോക്കാം. ഇതിൽ പറയുന്നത് അവർ ക്ലാസ് 1 തുടങ്ങി 12th വരെ, പിന്നെ ഡിപ്ലോമ, ITI അല്ലെങ്കിൽ പോളിടെക്നിക്, ഇത് ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. ഇത് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക് അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് 12th ശേഷം ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. 10th കഴിഞ്ഞ് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് ചേർന്നാൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് എത്രയാണെന്ന് നോക്കാം. അതായത് സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണ്. ഇത് ക്ലാസ് 1 തുടങ്ങി 6 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ 15,000 rupees ആണ് ലഭിക്കുക. 7th തുടങ്ങി 12th വരെ ITI, പോളിടെക്നിക്, ഡിപ്ലോമ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് 18,000 rupees ആണ് ലഭിക്കുക. ഇനി അടുത്തത് നമുക്ക് ഗ്രാജുവേഷൻ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നോക്കാം. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ നോക്കാം. അതിനെല്ലാം ശേഷം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാമെന്നും ഓരോ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അടുത്തത് HDFC ബാങ്ക് പരിവർത്തൻ ECSS സ്കോളർഷിപ്പ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. ഇതില് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. നേരത്തെ കണ്ടീഷൻസ് എല്ലാം സെയിം തന്നെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അതായത് ജനറൽ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നവർക്കും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ജനറൽ കോഴ്സ്, അതായത് BA, BSc, BCom അങ്ങനെ ചെയ്യുന്നവർക്കും, പ്രൊഫഷണൽ കോഴ്സസ് BTech, MBBS, LLB, ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, നഴ്സിംഗ്, ഇങ്ങനെ ഏത് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്കും ജനറൽ കോഴ്സ് ചെയ്യുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ജനറൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ലഭിക്കുന്ന എമൗണ്ട് 30,000 rupees ആണ്. പ്രൊഫഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ 50,000 rupees വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കും. അടുത്ത നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കോളർഷിപ്പും ജനറൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ജനറൽ കോഴ്സ്, അതായത് MA, MCom, MSc അങ്ങനെ ചെയ്യുന്നവർക്കും, പ്രൊഫഷണൽ കോഴ്സ് MTech അല്ലെങ്കിൽ MD, LLM അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആണ്. അതായത് 55% മാർക്ക് നേടിയിരിക്കണം, പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിനേഷനിൽ ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 ലാക്സോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കണം എന്നുള്ളതെല്ലാം എല്ലാത്തിനും പൊതുവായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇതിൽ ജനറൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ലഭിക്കുന്ന എമൗണ്ട് 35,000 rupees-ഉം പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് ലഭിക്കുന്ന എമൗണ്ട് 75,000 rupees-ഉം ആണ്. ഇതാണ് 3 കാറ്റഗറി സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ്. സ്കൂൾ സ്റ്റുഡൻസിനും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള ജനറൽ കണ്ടീഷൻസ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നെങ്കിലും നിങ്ങൾക്ക് HDFC ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ HDFC ബാങ്കിന്റെ സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. അതായത് HDFC ബാങ്ക് ECSS.com എന്ന സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ബഡി ഫോർ സ്റ്റഡി എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതണം. അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ മാർക്ക് ലിസ്റ്റ് വേണം. അതായത് 2024-25 നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് 25-26 അപ്പൊ 24-25 മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി വേണം. പിന്നെ വേണ്ടത് ഒരു ഐഡന്റിറ്റി പ്രൂഫ് ആണ്. അത് നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ പാൻ കാർഡോ എന്തെങ്കിലും ആവാം. അടുത്തത് വേണ്ടത് കറണ്ട് ഇയർ അഡ്മിഷൻ പ്രൂഫ് ആണ്. അതായത് അതിൽ നിങ്ങൾക്ക് ഫീന്റെ റെസിപ്റ്റ് വേണമെങ്കിൽ കാണിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ കാണിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ID കാർഡ് കാണിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ച ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കാം. അടുത്ത വേണ്ടത് ആപ്ലിക്കന്റിന്റെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എമൗണ്ട് അവർ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇൻകം ക്രൈറ്റീരിയ 2.5 lakhs അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കണം എന്നാണല്ലോ. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അടുത്ത വേണ്ടത് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫാമിലി ക്രൈസിസോ അല്ലെങ്കിൽ പേഴ്സണൽ ക്രൈസിസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നിങ്ങൾ വെക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4th September 2025 ആണ്. അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു മെറിറ്റ് കം നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫാമിലി ക്രൈസിസോ പേഴ്സണൽ ക്രൈസിസോ എന്തെങ്കിലും പാസ്റ്റ് 3 yearsനുള്ളിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ബാക്കി എല്ലാ കണ്ടീഷൻസും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാനായിട്ട് ഒരു പ്രയോറിറ്റി ആയിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.